മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി, എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്ന്. വിശുദ്ധരോട് മധ്യസ്ഥം പ്രാർത്ഥിക്കണമോ വേണ്ടയോ? എന്താണ് ചെയ്യേണ്ടത്? ആരാണ് വിശുദ്ധർ? ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ ഈ വിഷയത്തെക്കുറിച്ച് നാം ധ്യാനിക്കുകയും ശ്രവിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന നിമിഷങ്ങളാണ്. ഏറെ പ്രാർത്ഥനയോടെ ഈ കാര്യങ്ങൾ ഉൾക്കൊള്ളുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. സ്കിപ്പ് ചെയ്ത് കളയരുത്. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട വിശുദ്ധ വേദഗ്രന്ഥങ്ങളിൽ, വചനങ്ങളിൽ വിശുദ്ധരെക്കുറിച്ച് മുത്തുകൾ പോലെ പറഞ്ഞു തരുന്ന ഒത്തിരി പ്രാർത്ഥിച്ച് കിട്ടിയ വചനഭാഗങ്ങളാണ് ഷെയർ ചെയ്യുന്നത്. ഒത്തിരി പേര് അവിടെ ഇവിടെ നിന്ന് അവരിവരും പറയുന്നത് കേട്ടിട്ടും മുറിവൈദ്യം പോലെ വിശുദ്ധർ വേണ്ട, എന്തിനാ വിശുദ്ധരോട് പ്രാർത്ഥിക്കുന്നത്? എവിടെയാ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്? ബൈബിളിൽ വിശുദ്ധ അന്തോനീസിനെ കുറിച്ച് പറഞ്ഞിട്ടില്ലല്ലോ. വിശുദ്ധ ഗീവർഗീസിനെ കുറിച്ച് ബൈബിളിൽ എവിടെയാണ് ഉള്ളത്? വിശുദ്ധ സെബസ്ത്യാനോസിനെ കുറിച്ച് ബൈബിളിൽ ഇല്ലല്ലോ. പിന്നെ എന്തിനാണ് അവരോട് പ്രാർത്ഥിക്കുന്നത്? ഇത്രയ്ക്ക് അവർ നിങ്ങളെ വിഡ്ഢികളാക്കാൻ ശ്രമിക്കുന്നത് അനുസരിച്ച് നിങ്ങൾ തരം താഴേണ്ട കാര്യമില്ല. ഇതാ ബൈബിള് ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയാണ് രചിക്കപ്പെട്ടിരിക്കുന്നത്. ബൈബിൾ എഴുതപ്പെടുന്ന കാലഘട്ടത്തിന് മുമ്പാണ്, അതിന് ശേഷമാണ് ഈ വിശുദ്ധർ ജീവിക്കുന്നതിന് മുൻപ് ഉള്ള കാലഘട്ടങ്ങളിലാണ് ബൈബിൾ എഴുതപ്പെട്ടത്. അപ്പോൾ ഈ പറയുന്ന ആൾക്കാർ വേണമെങ്കിൽ ഇങ്ങനെ വരെയും ചോദിക്കും, നിങ്ങളുടെ പേരും നിങ്ങളുടെ കുടുംബത്തിൻ്റെ കാര്യവും ബൈബിളിൽ ഇല്ലല്ലോ എന്ന് വരെയും ചോദിക്കും. അവരോട് സഹതാപമാണ് തോന്നുന്നത്. അതുകൊണ്ട് വിശുദ്ധ അന്തോനീസും വിശുദ്ധ ഗീവർഗീസും വിശുദ്ധ അന്തോനീസും വിശുദ്ധ സെബസ്ത്യാനോസും എല്ലാം ജീവിച്ചതിന് മുമ്പേ ആണ് ബൈബിള് രചിക്കപ്പെട്ടത്. അപ്പോൾ തലമുറകളിലൂടെ കൈമാറ്റപ്പെട്ട പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാൽ ലിഖിതമായ ബിബ്ലിയ എന്ന പുസ്തകങ്ങളുടെ കൂട്ടം എന്ന വാക്കിൽ നിന്നാണ് ബൈബിൾ ഉണ്ടായിട്ടുള്ളത്. വിശുദ്ധ ക്ലെമൻറ്റിൻ്റെ രചനകളിലാണ് ഇപ്രകാരം കാണപ്പെടുന്നത്. അപ്പോൾ ബൈബിള് ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയാണ്. പഴയ നിയമമെന്നും പുതിയ നിയമമെന്നും അതിനെ രണ്ടായിട്ട് തരം തിരിച്ചിരിക്കുന്നു. അതിൽ പോയി വിശുദ്ധരെക്കുറിച്ച് എന്തിനാണ് വിശുദ്ധരോട് പ്രാർത്ഥിക്കുന്നത്? അല്ലെങ്കിൽ അങ്ങനെ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട്, അതിനുള്ള വചനമൊക്കെ തരാം, സമാധാനപ്പെട്. ചിലർക്കൊക്കെ കുറേ നാൾ പ്രാർത്ഥിച്ചത് അബദ്ധമായി പോയാ എന്ന് സംശയിച്ചിരിക്കുന്നവരും കുറ്റബോധത്തിൽ കഴിയുന്നവരും വിശുദ്ധരുടെ മാധ്യസ്ഥ പ്രാർത്ഥന നിർത്തിയവരൊക്കെ ഉണ്ട്. എന്തോ അബദ്ധത്തിന് വിശുദ്ധരുടെ പേര് വീണുപോയി. ആൻ്റണി എന്നും ഫ്രാൻസിസ് എന്നും മേരി എന്നും ജോസഫ് എന്നൊക്കെ പേര് കിട്ടിപ്പോയി. ഇപ്പം അത് തന്നെ അബദ്ധമായിട്ട് ഇതെല്ലാം ഈ പൊട്ട ക്ലാസ്സുകളൊക്കെ കേട്ടിട്ട് അത് തന്നെ അബദ്ധമായി പോയി എന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്നവരുണ്ട്. മാർക്കോസ് 12:24 വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ അറിയാഞ്ഞിട്ടല്ലേ ഞങ്ങൾക്ക് തെറ്റുപറ്റുന്നത്. വിശുദ്ധനായ സെബസ്ത്യാനോസേ, ഞങ്ങൾക്കായെന്നും നീ പ്രാർത്ഥിക്ക. ഞങ്ങളുടെ ചളിക്കവട്ടം, ഞങ്ങളുടെ ഇടവക പള്ളിയുടെ മധ്യസ്ഥനാണ് വിശുദ്ധ സെബസ്ത്യാനോസ്. അതുകൊണ്ട് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുകയും ബഹുമാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന, മധ്യസ്ഥം പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു വിശുദ്ധനാണ്. അങ്ങനെ പല അനുഭവങ്ങളും ഞങ്ങളുടെ ഭവനത്തിൽ ഈ പുണ്യാളൻ്റെ അത്ഭുത പ്രവർത്തികളിലൂടെ മധ്യസ്ഥം പ്രാർത്ഥിച്ചുള്ള അനുഭവങ്ങൾ പണ്ട് മുതലേ ഞങ്ങൾക്ക് ബോധ്യമാണ്. വീണ്ടും റാഫേൽ മാലാഖയേ, ഞങ്ങൾക്കു കാവലായി നിൽക്കണമേ. റാഫേൽ മാലാഖയേ, ഞങ്ങൾക്കു കാവലായി നിൽക്കണമേ. വേറെ എങ്ങും അന്വേഷിക്കണ്ട, ബൈബിളിൽ തന്നെ അന്വേഷിച്ചോ, വ്യക്തമായിട്ട് കിടപ്പുണ്ട്. ഇതാ തോബിത്തിൻ്റെ പുസ്തകത്തിൽ തോബിത്തിൻ്റെ കുടുംബത്തെ, കൊച്ചു തോബിയാസിനെ യാത്രാ സഖാവായി വിവാഹബന്ധനമെല്ലാം നീക്കി പിശാചിനെ പുറത്താക്കി, അസ്മേദേവുസ് എന്ന പിശാചിനെ പുറത്താക്കി ദൈവത്താൽ നിയോഗിക്കപ്പെട്ട ആ സാറയുടെയും തോബിയാസിൻ്റെയും കുടുംബത്തിൻ്റെ കഠിനമായ ദുഃഖവും പൈശാചിക പിടകളിൽ നിന്നും സാമ്പത്തിക തകർച്ചയിൽ നിന്നെല്ലാം രക്ഷിച്ച് വിവാഹ തടസ്സം മാറ്റി ദൈവത്താൽ നിയോഗിക്കപ്പെട്ട റാഫേൽ മാലാഖയുടെ മധ്യസ്ഥം. അത്ഭുത പ്രവർത്തനത്താൽ സുപ്രസിദ്ധനം വിശുദ്ധനെ, പാതുവായിലെ അന്തോനിയെ വാരിതിൽ കൃപ ചൊരിയേണേ. കാണാതെ പോയത് കണ്ടു കിട്ടുന്നതിനുള്ള പ്രത്യേക മധ്യസ്ഥനാണ് വിശുദ്ധ അന്തോനീസ്. വിശുദ്ധ അന്തോനീസിനെ കാണുമ്പോൾ രണ്ട് കാര്യങ്ങൾ പ്രത്യേകമായിട്ട്, ഒന്ന് ഒരു കയ്യിൽ ബൈബിളും പിന്നെ ഉണ്ണീശോയെ നമ്മൾ കാണുകയാണ്.
വിശാന്തോനിസിൻ്റെ അടുത്ത് വരുമ്പോൾ നമ്മളോട് പറയുന്നത് എന്താണ്? വേഗം കല്യാണം നടന്നോളും, ജോലി കിട്ടും, കടം മാറും, അത്ഭുതം നടക്കും. ഇതാണോ വിശാന്തോനിസ് നമ്മളോട് പറയുന്നത്? ഈ ബൈബിൾ, ഈ വിശുദ്ധ ഗ്രന്ഥം, ഈ ഉണ്ണീശോ, ഇത് രണ്ടും നിങ്ങൾ സ്വീകരിക്കുക. ഇതാ എന്നെ ഉയർത്തിയത്, എന്നെ അത്ഭുത പ്രവർത്തനാക്കിയത് ഈ ഈശോയും ഈ വിശുദ്ധ ഗ്രന്ഥവുമാണ്. അതുകൊണ്ട് നിങ്ങൾക്കും വിശുദ്ധരാകാം എന്ന് തൻ്റെ സമ്പൽ സമൃദ്ധിയിൽ നിന്ന് അനുഗ്രഹകവാടം തുറന്ന് നമുക്ക് വേണ്ടി മധ്യസ്ഥം വർഷിക്കുന്നതോടൊപ്പം സൂക്ഷിച്ചു വീക്ഷിച്ചാൽ പ്രാർത്ഥിച്ചാൽ അത്ഭുത പ്രവർത്തനായ അന്തോനീസ് നമ്മളെ ഒരു വിശുദ്ധ ജീവിതത്തിലേക്കാണ് നയിക്കുന്നത്. വിശുദ്ധ അൽഫോൻസാമ്മയുടെ വാക്കുകൾ: പുഞ്ചിരി ഒരു തിരുവട്ടമാണ്, സങ്കടപ്പെടുന്നവരുടെ മുഖത്ത് നോക്കി ഞാൻ കരുണയോടെ പുഞ്ചിരിക്കും. അത് ക്രിസ്തുവിൻ്റെ അരൂപി പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കൂ. പരാതിയില്ലാത്ത സഹനം, അത് അങ്ങനെ ചെയ്യുവാൻ, അങ്ങനെ ജീവിക്കുവാൻ വിശുദ്ധ അൽഫോൻസാമ്മ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നമ്മളോട് ആഹ്വാനം ചെയ്യുകയും ചെയ്യാണ്. ഇനി വിശുദ്ധ മാർ തെരേസ ഇതാണ്: പ്രാർത്ഥിക്കുന്ന അതരങ്ങളെക്കാൾ വിശുദ്ധമാണ് പ്രവർത്തിക്കുന്ന കരങ്ങൾ. അതായത് മത്തായി 25:40 പറയുന്ന പോലെ, ഈ ചെറിയവരിൽ ഒരുവന് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത് എന്ന്. നിങ്ങളും ഇതിലോട്ട് വാ. വിശുദ്ധ മാർ തെരേസ പറഞ്ഞു തരുന്നത് ഇതാണ്: നിങ്ങളും ഇതിലോട്ട് വാ. ദൈവമേ, ഇവർക്കും ഇതുപോലെയുള്ള ശുശ്രൂഷാവരം കൊടുക്കണമേ. ഞാൻ രോഗിയായിരുന്നു, ഞാൻ നഗ്നനായിരുന്നു, ഞാൻ കാരാഗ്രഹവാസിയായിരുന്നു, ഞാൻ വിശക്കുന്നവനായിരുന്നു എന്നൊക്കെ അന്തിമ വിധിയിൽ പറയുന്ന മത്തായി 25 നമ്മൾ കാണുന്ന ആ വചനങ്ങൾ നിറവേറ്റാനുള്ള നിറവേറ്റിയ വിളിയാണ് വിശുദ്ധ മാർ തെരേസയുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് ഓരോ വിശുദ്ധരെയും സസൂക്ഷ്മം ധ്യാനിക്കുകയും അവരോട് പ്രാർത്ഥിക്കുകയും, ചിലർ യൂദാ തദ്ദേശ പുണ്യാളൻ്റെ മാധ്യസ്ഥം പ്രാർത്ഥിക്കുന്നവർ, ചിലർ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം. നിത്യസഹായനാഥേ പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്കായി നീ, നിന്മക്കൾ ഞങ്ങൾക്കായി നീ പ്രാർത്ഥിക്കാ സ്നേഹനാഥേ. എൻ്റെ അമ്മ നല്ലൊരു നിത്യസഹായ മാതാവിൻ്റെ ഭക്തയായിരുന്നു. കാരണം അമ്മയുടെ ഇടവക ചേരാനല്ലൂർ നിത്യസഹായ മാതാ പള്ളി, അമ്മയ്ക്ക് കുഞ്ഞുനാൾ മുതൽ പകർന്നു കിട്ടിയ ദൈവഭക്തി. അപ്പോൾ മാതാവിൻ്റെ പാട്ടുകളും നൊവേനകളൊക്കെ പാടിക്കുകയും പ്രാർത്ഥിക്കുകയും കുർബാനയിൽ പങ്കെടുക്കുന്നതോടൊപ്പം നൊവേന കൂടാതെ വരാനായിട്ട് പാടില്ല വീട്ടിലോട്ട്. അമ്മയിലൂടെ പകർന്നു കിട്ടിയതാണ്. തകർന്ന് തരിപ്പണമായി പോകേണ്ട അഗ്നിപരീക്ഷകൾ പോലെയുള്ള ജീവിത പ്രതിസന്ധികൾ, രോഗങ്ങൾ, അപകടങ്ങൾ, പ്രയാസങ്ങൾ, സാമ്പത്തിക തകർച്ചകൾ അപ്പൻ്റെ മധ്യമാണ്. എല്ലാം കടന്നു പോയിട്ടും അണഞ്ഞു പോകാതെ ചതഞ്ഞ ഞാങ്ങണ ഒടിക്കുകില്ല അവൻ, പുകയുന്ന തിരിയെ കെടുത്തുകില്ല. ചതഞ്ഞ പോലത്തെ അവസ്ഥ, പുകഞ്ഞുകൊണ്ടിരുന്ന അവസ്ഥകൾ പരിശുദ്ധാത്മാവാകുന്ന ആ എണ്ണയൊഴിച്ച് ഞങ്ങളുടെ ജീവിതങ്ങളെ തെളിയിച്ച് തന്നത് പരിശുദ്ധ അമ്മയോടുള്ള അകൈതവമായ ആ ഭക്തിയാണ്. ഇന്ന് ഈ ശുശ്രൂഷാ മേഖലയിൽ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല എങ്കിലും അത്ഭുതകരമായിട്ട് ആരുടെ മുമ്പിലും പറയുവാനായിട്ട് സാധിക്കും. ഇനി 1 തിമോത്തി 2-ാം അധ്യായത്തിൽ 1 മുതലുള്ള വാക്യങ്ങളിൽ 4 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നുണ്ട്: എല്ലാവർക്കും വേണ്ടി അപേക്ഷകളും യാചനകളും മധ്യസ്ഥ പ്രാർത്ഥനകളും ഉപകാര സ്മരണകൾ അർപ്പിക്കണമെന്ന് ഞാൻ ആദ്യമേ ആഹ്വാനം ചെയ്യുന്നു. ഇത് ദൈവവചനമാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ വിശുദ്ധരുടെ മാധ്യസ്ഥത്തിൻ്റെ പ്രത്യേക കാരണം എന്താണ്? ഇത് ദൈവത്തിൻ്റെ ആഹ്വാനമാണ്. മധ്യസ്ഥം വഹിക്കുക എന്നുള്ളത്. ദൈവാത്മാവ് നിറഞ്ഞവരെ മധ്യസ്ഥ ശുശ്രൂഷയിലേക്ക് ദൈവം വിളിക്കുന്നു, ആഹ്വാനം ചെയ്യുന്നു. എല്ലാ ഭക്തിയിലും വിശുദ്ധിയിലും ശാന്തവും സമാധാനപൂർണമായ ജീവിതം നയിക്കാൻ ഇടയാക്കത്തക്ക വിധം ആർക്ക് വേണ്ടിയൊക്കെ? രാജാക്കന്മാർക്കും ഉന്നത സ്ഥാനീയർക്കും വേണ്ടിയും ഇപ്രകാരം ചെയ്യേണ്ടതാണ്. ഇത് ഉത്തമവും നമ്മുടെ രക്ഷകനായ ദൈവത്തിൻ്റെ മുമ്പിൽ സ്വീകാര്യവും അത്രേ. അപ്പം മധ്യസ്ഥം വഹിക്കുക, വിശുദ്ധരുടെ മുമ്പിൽ പ്രാർത്ഥിക്കുക, വിശുദ്ധർ പ്രാർത്ഥിക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഉത്തമവും നമ്മുടെ രക്ഷകനായ ദൈവത്തിൻ്റെ മുമ്പിൽ സ്വീകാര്യവും അത്രേ. പിന്നെ ആർക്കാണിത് പറ്റാത്തത്? പോയി പണി നോക്കാൻ പറയും. പ്രൈസ്തലോ, ദൈവത്തിൻ്റെ വചനം അറിയാഞ്ഞിട്ടാണ്. വിശുദ്ധരോട് പ്രാർത്ഥിക്കുന്നതിന് അലർജി ഉള്ളവർ, കുറവുള്ളവർ, അഹങ്കാരത്തിൻ്റെ ചവിറ്റുകൂനയിൽ ഉയർന്നു നിൽക്കുന്നവരാണ്. അപ്പോൾ എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നും സത്യം ആഗ്രഹിക്കണമെന്നും അവിടെ നിന്ന് ആഗ്രഹിക്കുന്നു. എന്നിട്ട് തൊട്ട് താഴെ 5-ാമത്തെ വചനം 1 തിമോത്തി 2:5 എന്നാൽ ഒരു ദൈവമേ ഉള്ളൂ, ദൈവത്തിനും മനുഷ്യർക്കും
മധ്യസ്ഥനായി ഒരുവനേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ ഏത് വിശുദ്ധനോട് പ്രാർത്ഥിച്ചാലും ആ കണക്ഷൻ മുഴുവൻ എവിടെ എത്തും? മെയിൻ സ്വിച്ചിൽ എത്തുന്നത് പോലെ, മീറ്ററിൽ എത്തുന്നത് പോലെ ആരിലെത്തും? ഈശോയിലെത്തും. ഫ്യൂസ് വഴി, മെയിൻ സ്വിച്ച് വഴി ആണ് നമ്മുടെ ഭവനത്തിലേക്ക് കറണ്ട് കടന്നു വരുന്നത്. ഇതുപോലെ ഓരോ പാർട്ടുകളായിട്ട് അത് ഉപയോഗിക്കുമ്പോഴും ഇതെല്ലാം ഓരോ വിശുദ്ധരുടെ മധ്യസ്ഥവും നമ്മളെ കൊണ്ടുചെന്നെത്തിക്കുന്നത് ഇതാ ഒരു മധ്യസ്ഥനേ ഉള്ളൂ. പിതാവിൻ്റെ മുമ്പിൽ കർത്താവായ യേശുക്രിസ്തു വഴിയാണ് ഈ ബലി മധ്യസ്ഥം. മനുഷ്യനായ യേശുക്രിസ്തു അവൻ എല്ലാവർക്കും വേണ്ടി തങ്ങളെ തന്നെ മോചന മൂല്യമായി നൽകി. അവൻ യഥാകാലം നൽകപ്പെട്ട ഒരു സാക്ഷ്യവുമായിരുന്നു. അപ്പം ഈ വിശ്വാസത്തിലേക്ക്, ഈ മധ്യസ്ഥത്തിലേക്കാണ് ഞാനും നിങ്ങളും വിളിക്കപ്പെട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ അധികാരത്തെ, വിശ്വാസത്തെ, സഭയെ, വിശുദ്ധന്മാരെ തള്ളിപ്പറയുന്നവരെ കുറിച്ച് ബൈബിളിലുണ്ടോ? യൂദാസ് എഴുതിയ, യേശു ക്രിസ്തുവിൻ്റെ ദാസനും യാക്കോബിൻ്റെ സഹോദരനുമായ യൂദാസാണ്, ഒറ്റുകാരൻ യൂദാസ് അല്ല. ഈ യൂദാസ് എഴുതിയ ഒരേ ഒരു ലേഖനമേ ഉള്ളൂ. അതിൽ പ്രകാരം പറയുകയാണ്, 8 മുതലുള്ള വാക്യങ്ങൾ: സ്വപ്നങ്ങളിൽ നിമഗ്നരായിരിക്കുന്ന ഈ മനുഷ്യർ ശരീരത്തെ അശുദ്ധമാക്കുകയും അധികാരത്തെ തള്ളിപ്പറയുകയും മഹിമയണിഞ്ഞവരെ നിന്ദിക്കുകയും ചെയ്യുന്നു. വിശുദ്ധരെ വേണ്ട എന്നും ആ മധ്യസ്ഥത തള്ളിപ്പറയുന്നവരെ കുറിച്ചാണ്. മഹിമയണിഞ്ഞവരെ നിന്ദിക്കുകയും ചെയ്യുന്നു. പ്രധാന ദൂതനായ മിഖായേൽ മോശയുടെ ശരീരത്തെ ചൊല്ലി പിശാചിനോട് തർക്കിച്ചപ്പോൾ അവനെ കുറ്റപ്പെടുത്തി ഒരു നിന്ദാവചനം പോലും ഉച്ചരിക്കാൻ തുനിഞ്ഞില്ല. പിന്നെയോ കർത്താവ് നിന്നെ ശാസിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞു. എന്നാൽ ഈ മനുഷ്യരാകട്ടെ തങ്ങൾക്ക് മനസ്സിലാകാത്ത എല്ലാ കാര്യങ്ങളെയും ദുഷിക്കുന്നു. ഈ വിശുദ്ധരുടെ മാധ്യസ്ഥത്തെ തള്ളിപ്പറയുന്ന, മഹിമയണിഞ്ഞവരെ ദുഷിക്കുന്നവരെ കുറിച്ചാണ് ഈ വചനം എടുത്ത് വായിക്കണം നിങ്ങൾ നല്ലോണം. തങ്ങളുടെ ജന്മവാസന കൊണ്ട് മനസ്സിലാകുന്ന കാര്യങ്ങൾ വഴി അവർ മലിനരാവുകയും ചെയ്യുന്നു. അപ്പോൾ ഈ ലോകത്തിൻ്റെ ബുദ്ധി അറിവും വെച്ച് എല്ലാ കാര്യവും മനസ്സിലാകാൻ സാധിച്ചിരുന്നെങ്കിൽ കർത്താവിനെ അവർ കുരിശിൽ തറക്കൂലായിരുന്നു, അല്ലേ? അവർക്ക് ദുരിതം. എന്തുകൊണ്ടെന്നാൽ അവർ കായേൻ്റെ മാർഗത്തിലൂടെ നടക്കുകയും ലാഭേച്ഛ കൊണ്ട് ബാലാമിൻ്റെ തെറ്റുകളിൽ ചെന്ന് വീഴുകയും കോറായുടെ പ്രക്ഷോഭത്തിൽ നശിക്കുകയും ചെയ്യുന്നു. അപ്പോൾ മോശക്കെതിരെ മുറവിളി കൂട്ടിയവരുടെ ആ ഭാഗത്ത് കോറഹും അനുചരന്മാരും ഭൂമി വിളർന്ന് അവരെ വിഴുങ്ങിക്കളഞ്ഞു എന്നാണ് പറയുന്നത്. ദൈവത്തെ തിരഞ്ഞെടുത്ത മോശയെയും തള്ളിപ്പറഞ്ഞവൾക്ക് പറ്റിയ ദുരിതം ഇതായിരുന്നു. തങ്ങളുടെ കാര്യം മാത്രം നോക്കി നിർഭയം തിന്നുകുടിച്ചു മതിക്കുന്ന അവർ നിങ്ങളുടെ സ്നേഹവിരുന്നുകൾക്ക് കളങ്കമാണ്. അവർ കാറ്റിനാൽ തുരത്തപ്പെടുന്ന ജലശൂന്യമായ മേഘങ്ങളാണ്. ഉണങ്ങി കടപുഴകിയ ഫലശൂന്യമായ ശരൽക്കാല വൃക്ഷം പോലെയാണ്. ഇങ്ങനെ കുറേ താഴോട്ട് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ദൈവമേ, പെട്ടെന്ന് തന്നെ ഉണങ്ങി കരിഞ്ഞ് കടപുഴകി അടുത്ത കാറ്റുമഴക്കും അത് ദ്രവിച്ച് നശിച്ചു വീണിരിക്കുമെന്നാണ് അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ച് വചനം പഠിപ്പിക്കുന്നത്. ഞാൻ പറയാൻ ആരുമല്ല, ഒന്നുമല്ല. അതുകൊണ്ട് വിശുദ്ധവരെ നിന്ദിക്കുന്നവരും പരിശുദ്ധാമ്മയെ തള്ളിപ്പറയുന്ന കൂട്ടുകെട്ടുകളും സഭയെ ദുഷിക്കുന്ന വാക്കുകളും അത്തരക്കാരുടെ കൂട്ടുകെട്ടുകളും നിന്ദാവചനങ്ങളും ഉപേക്ഷിച്ച് മടങ്ങി വരിക, മാനസാന്തരപ്പെടുക. അത് തലമുറക്ക് പോലും ശാപമാണെന്നുള്ള കാര്യം മറന്നു പോകരുത്. അത് രക്ഷപ്പെടാൻ ഭയങ്കര പാടാണ്. വിശുദ്ധരെ ദൈവമാണ്. യോഹന്നാൻ 10:35 പറയുന്നു, ദൈവജനം ആരുടെ അടുക്കലേക്ക് വന്നോ അവരെ അവിടെ നിന്ന് ദൈവങ്ങളെന്ന് വിളിച്ചു വന്ന്. ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട നമ്മൾ ഓരോരുത്തരും, അല്ലേ? ദൈവവചനം കടന്നു വന്ന് തങ്ങളുടെ ജീവനും ജീവിതവും കൊടുത്ത വിശുദ്ധരെ കുറ്റപ്പെടുത്താൻ നമുക്ക് വല്ല അധികാരം ഉണ്ടോ? 1 സാമുവേൽ 7:8-9 വാക്യത്തിൽ കാണുന്നുണ്ട്. ഇസ്രായേൽ ഭയചകിതരായി ഫിലിസ്തീനിൽ നിന്ന് തങ്ങളെ രക്ഷിക്കുന്നതിന് ദൈവമായ കർത്താവിനോട് നിരന്തരം പ്രാർത്ഥിക്കണമേ എന്നവർ സാമുവേലിനോട് അപേക്ഷിച്ചു. പഴയ നിയമത്തിലും നമ്മൾ കാണുന്നുണ്ട് ഈ മധ്യസ്ഥം ചോദിച്ചുകൊണ്ടുള്ള അപേക്ഷ. ജോബിൻ്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ജോബിനെ നിന്ദിച്ച സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ജോബിൻ്റെ പ്രാർത്ഥന കേട്ട് ആണ് ദൈവം ആസന്നമായ ക്രോധത്തിൽ നിന്ന് ജോബിൻ്റെ സ്നേഹിതന്മാരുടെ മേലുള്ള ശിക്ഷ ദൈവം പിൻവലിച്ചത്. ജോബിൻ്റെ പുസ്തകം 42-ാം അധ്യായം 10-ാമത്തെ വാക്യം. ജോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവനുണ്ടായിരുന്ന ഐശ്വര്യം കർത്താവ് തിരികെ കൊടുത്തു. അവിടുന്ന് അത് ഇരട്ടിയായി കൊടുത്തു. മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നവർക്ക് അതിനുള്ള പ്രതിഫലം ദൈവം കൊടുക്കും.
ജോബിൻ്റെ പുസ്തകം 42-ാം അധ്യായം 7-ാമത്തെ വാക്യം. കർത്താവ് ജോബിനോട് ഇങ്ങനെ സംസാരിച്ചതിന് ശേഷം തേമാന്യനായ എലിഫാസിനോട് അരുളി ചെയ്തു, എൻ്റെ ക്രോധം നിനക്കും നിൻ്റെ 2 സ്നേഹിതന്മാർക്കും എതിരെ ജ്വലിക്കുന്നു. എന്തെന്നാൽ നിങ്ങൾ എന്നെപ്പറ്റി എൻ്റെ ദാസൻ ജോബിനെ പോലെ ശരിയായിട്ടല്ല സംസാരിച്ചത്. സംസാരം ശരിയായില്ലെങ്കിൽ പണി കിട്ടും കേട്ടോ മക്കളെ, പ്രിയപ്പെട്ടവരെ. നാവ് എപ്പോൾ 24 മണിക്കൂറും വെള്ളത്തിയിട്ട് വെച്ചേക്കുന്നത് വെറുതെ അല്ല, തീ പിടിക്കാതിരിക്കാൻ നോക്കണം. അതിനാൽ ഇപ്പോൾ 7 കാളകളെയും 7 മുട്ടാടുകളെയും കൊണ്ട് ജോബിൻ്റെ അടുക്കൽ ചെന്ന് നിങ്ങൾക്ക് വേണ്ടി ദഹനബലി അർപ്പിക്കും. എൻ്റെ ദാസനായ ജോബ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞാൻ അവൻ്റെ പ്രാർത്ഥന സ്വീകരിച്ച് നിങ്ങളുടെ ദോഷത്തിൽ നിന്ന് നിങ്ങളെ ശിക്ഷിക്കുകയില്ല. നിങ്ങൾ എൻ്റെ ദാസനായ ജോബിനെ പോലെ എന്നെപ്പറ്റി ശരിയായത് മാത്രം സംസാരിച്ചില്ല. അതുകൊണ്ട് ഈ മധ്യസ്ഥ പ്രാർത്ഥനയെയും ദൈവ ശുശ്രൂഷകരെയും തള്ളിപ്പറയുന്നവർ അനുതപിച്ച് മടങ്ങി വന്ന് മാനസാന്തരപ്പെടുക. വീണ്ടും വചനം പറയുന്നത് അപ്രകാരം ചെയ്തു, കർത്താവ് പറഞ്ഞ പ്രകാരം ചെയ്തു. കർത്താവ് ജോബിൻ്റെ പ്രാർത്ഥന സ്വീകരിച്ചു. ജോബ് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ജോബിന് നഷ്ടപ്പെട്ട ഐശ്വര്യങ്ങൾ ദൈവം തിരികെ കൊടുത്തു, ഇരട്ടിയായിട്ട് കൊടുത്തു. അതുകൊണ്ട് മധ്യസ്ഥ പ്രാർത്ഥന ശുശ്രൂഷയ്ക്ക് വിളിക്കപ്പെട്ടവർ അതിട്ട് കളഞ്ഞിട്ടുണ്ടോ? ഇതാ ഒരു കപടനാട്യം പോലെ മരിക്കുന്നത് വരെ പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അതെല്ലാം കാറ്റിൽ പറത്തിയ ശുശ്രൂഷ ജോലി മധ്യസ്ഥ പ്രാർത്ഥനയൊക്കെ ഇട്ട് കളഞ്ഞ ഒരു അവസ്ഥയാണോ? ലേവ്യർ 20:26 പറയുന്നുണ്ട്, എൻ്റെ മുമ്പിൽ നിങ്ങൾ വിശുദ്ധരായിരിക്കുവിൻ, എന്തെന്നാൽ കർത്താവായ ഞാൻ പരിശുദ്ധനാണ്. നിങ്ങൾ എനിക്ക് സ്വന്തമാകേണ്ടതിന് ഞാൻ നിങ്ങളെ മറ്റ് ജനതകളിൽ നിന്ന് വേർതിരിച്ചിരിക്കുന്നു. അപ്പോൾ വിശുദ്ധരെ ദൈവം മറ്റ് ജനതകളിൽ നിന്ന് വേർതിരിച്ച് ദൈവം നിർത്തിയിരിക്കുന്നവരാ. അവരെക്കുറിച്ച് ഒരക്ഷരം മിണ്ടാൻ പോലും നമുക്ക് യോഗ്യതയില്ല. അവരെ ആദരിക്കാൻ, അവരെ സ്തുതിക്കാൻ ഉള്ള വിളിയാണ് നമുക്കുള്ളത്. ദൈവം തിരഞ്ഞെടുത്ത അവരെ നമുക്കൊന്നും പറയാനോ ചെയ്യാനോ അധികാരമില്ല. അവരുടെ മുമ്പിൽ എളിമയോടെ മധ്യസ്ഥം പ്രാർത്ഥിക്കുക. പിന്നെ ഇതൊക്കെ സാധിക്കണമെങ്കിൽ മത്തായി 5:8 പറയുന്നുണ്ട്, ഹൃദയശുദ്ധി ഉള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ദൈവത്തെ കണ്ടിട്ട് വേണ്ട വിശുദ്ധരെ കാണാൻ, അല്ലേ? ദൈവത്തെ കാണാൻ പറ്റാത്തവന് വിശുദ്ധിയുടെ വെളിച്ചം, ആ തേജസ് ഉൾക്കൊള്ളാനായിട്ട് പറ്റുമോ? അപ്പോൾ അതിനുള്ള കൃപയ്ക്ക് വേണ്ടി നമ്മൾ നന്നായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുക. കാരണം 1 തെസ്സലോനിക്കർ 4:7 പറയുന്നുണ്ട്, അശുദ്ധിയിലേക്കല്ല വിശുദ്ധിയിലേക്കാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തി ആ വീട്, കാറ്, ജോലി, വിസ, പറമ്പ്, കടം, സമ്പന്നത, കുഞ്ഞുങ്ങൾ ഒക്കെ നമുക്ക് വേണ്ട കാര്യമാണ്. പക്ഷേ അതും പറഞ്ഞല്ല പ്രാർത്ഥിക്കേണ്ടത്, ദൈവമേ എനിക്ക് വിശുദ്ധി തരണേ. ഇന്നു പോലും പ്രാർത്ഥിക്കുക. വിശുദ്ധർക്ക് ആവശ്യമായതെല്ലാം ദൈവം തരുമെന്ന് വചനത്തിൽ പറയുന്നുണ്ട്. മറ്റ് ജനതകളിൽ നിന്ന് അവരെ വേർതിരിച്ച് നിർത്തുമെന്ന് പറയുന്നുണ്ട്. ചിലരൊക്കെ ചോദിക്കുന്നുണ്ട്, ബ്രദറെ എന്തോരം വചനം ബ്രദർ ഇടുന്നുണ്ട്, ഓരോ വിഷയത്തിനും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. വേറെ ചിലർ പറയുന്നുണ്ട് വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇപ്പോൾ ഈ റെക്കോർഡിങ് നടക്കുന്നതിന് അല്പം മുമ്പ് ഒരമ്മ വിളിച്ചിട്ട് പറഞ്ഞ ഇതാണ്, ബ്രദറെ എൻ്റെ മോന് ജോലി കിട്ടി, വിദേശത്ത് പോയിട്ടും ജോലി കിട്ടാതെ ഏറെ തകർന്നിരിക്കുമ്പോഴാണ് ഈ വചനം ഇങ്ങനെ യൂട്യൂബിൽ കണ്ടത്. ബ്രദർ ഓരോ വിഷയത്തെക്കുറിച്ച് ഇട്ടിട്ടുണ്ടല്ലോ, ആ വിഷയം എടുത്ത് പ്രാർത്ഥിച്ചു. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങളുടെ ടെസ്റ്റിമണി ഒന്ന് അവിടെ കമൻസിൽ ഒന്ന് എഴുതിയിടാമോ? ആ ചേച്ചി പറഞ്ഞു എനിക്കതൊന്നും അറിയില്ല, എങ്ങനെ അത് കണ്ടതും കിട്ടിയെന്ന് പോലും എനിക്കിതൊന്നും അതുപോലെ ഒന്നും അറിയില്ല. പക്ഷേ ഉണ്ടായ അനുഭവം, ആ വചനം വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഉണ്ടായ അനുഭവം ഒന്ന് വിളിച്ച് പറഞ്ഞതാണ്. അപ്പം ഷൈജു ബ്രദറിൻ്റെ വചനമായിട്ടല്ല, ജീവിക്കുന്ന ഈശോയുടെ വചനമായിട്ട് അത് അവർ സ്വീകരിച്ചപ്പോൾ ആ വചനം അവരുടെ തടസ്സങ്ങൾ മാറ്റി വിശുദ്ധീകരിക്കുന്ന ദൈവശക്തി കടന്നു വന്നു. 1 തെസ്സലോനിക്കർ 4:3 പറയുന്നുണ്ട്, നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം. 1 തെസ്സലോനിക്കർ 4:3 ദൈവം അഭിലഷിക്കുന്നത്. അസാൻമാർഗികതയിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു മാറണം. അല്ലെങ്കിലാണ് അതിന് കുറ്റം, ഇതിന് കുറ്റം, മാർപ്പാപ്പയ്ക്ക് കുറ്റം, വിശുദ്ധന്മാർക്ക് കുറ്റം, മാതാവിന് കുറ്റം, അവരോട് പ്രാർത്ഥിക്കുന്നത് കുറ്റം, ആകെ അന്ധകാരമയമായി മാറും. അങ്ങനത്തെ കൂട്ടുകെട്ടുകളോ അങ്ങനത്തെ പ്രബോധനങ്ങളോ കേൾക്കാനോ ആ വഴിക്ക് പോലും നമ്മൾ പോകാൻ പാടില്ല. അങ്ങനെയുള്ളവരെ നമ്മുടെ വീടുകളിൽ പോലും കയറ്റാനായിട്ട് പാടില്ല. അത് കേൾക്കാൻ പോകുന്നത് പോലും
പാപമാണ്. അപ്പോൾ 1 സാമുവേൽ 7:8-9 ഇസ്രായേൽക്കാർ ഭയചകിതരായി ഫിലിസ്ത്യരിൽ നിന്ന് തങ്ങളെ രക്ഷിക്കുന്നതിന് ദൈവമായ കർത്താവിനോട് നിരന്തരം പ്രാർത്ഥിക്കണമേ എന്ന് അവർ സാമുവേലിനോട് അപേക്ഷിച്ചു. പ്രാർത്ഥിക്കണേ എന്നല്ല, നിരന്തരം പ്രാർത്ഥിക്കണേ എന്ന് സാമുവേലിനോട് അവർ അപേക്ഷിച്ചു. സാമുവേൽ മുലകുടി മാറാത്ത ഒരു ആട്ടിൻകുട്ടിയെ സമ്പൂർണ്ണ ദഹനബലിയായി കർത്താവിന് അർപ്പിച്ചു. അവരുടെ വിശ്വാസം കണ്ട് അവരുടെ നിരന്തരമായ പ്രാർത്ഥന കേട്ടിട്ട് മധ്യസ്ഥം പ്രാർത്ഥിക്കുകയാണ്. അവർ ഇസ്രായേലിന് വേണ്ടി കർത്താവിനോട് അവൻ പ്രാർത്ഥിച്ചു. അവിടുന്ന് അവൻ്റെ പ്രാർത്ഥന ശ്രവിച്ചു. അപ്പം മധ്യസ്ഥം പ്രാർത്ഥിക്കാമോ? ഇതിനേക്കാൾ പകലുപോലെ പറയുന്ന കാര്യമാണ്. 1 സാമുവേൽ 7:8-9 വചനം. വീണ്ടും ഉൽപ്പത്തി 20:17 കാണുകയാണ്. അബ്രാഹാം ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവം അബിമലേക്കിനെയും ഭാര്യയെയും വേലക്കാരികളെയും സുഖപ്പെടുത്തി. അവർക്കെല്ലാം സന്താനങ്ങളും ജനിച്ചു. നോക്കണേ, ഉൽപ്പത്തി 20:17 കേട്ടോ. അബ്രഹാം ആരോടാ പ്രാർത്ഥിച്ചത്? ദൈവത്തോടാണ് പ്രാർത്ഥിച്ചത്. അപ്പോൾ മധ്യസ്ഥം പ്രാർത്ഥിക്കുന്നത് തെറ്റാണോ? നമ്മൾ വിശുദ്ധ അന്തോനീസിനോട് പ്രാർത്ഥിച്ചാലും വിശുദ്ധ യൂദാത്തദേവസിനോട് പ്രാർത്ഥിച്ചാലും പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചാലും അവരുടെ ആത്മാവ് ദൈവസന്നിധിയിൽ, ആത്മാവിന് ഒരിക്കലും നാശമില്ല. അവരുടെ ആത്മാവ് ദൈവസന്നിധിയിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ യോഗ്യതകൾ കൊണ്ടല്ല, അവരുടെ യോഗ്യതകൾ കൊണ്ട് നമ്മുടെ നിയോഗങ്ങൾ സാധിച്ചു കിട്ടും. അങ്ങനെ എല്ലാവർക്കും സന്താനങ്ങളും ലഭിച്ചു. എന്ന് പറഞ്ഞാൽ ആവശ്യമായിരിക്കുന്നത് എന്തെല്ലാമാണോ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും വേലക്കാർക്കും എല്ലാം ലഭിച്ചു. അവർ ഫലപുഷ്ടിയുള്ളവരായിട്ട് സന്താനങ്ങളും അവർക്ക് ലഭിച്ചു. അപ്പോൾ മധ്യസ്ഥ പ്രാർത്ഥന ശക്തിയുള്ള പ്രാർത്ഥനയാണ്. വിശുദ്ധരോട് നാം മധ്യസ്ഥം പ്രാർത്ഥിക്കണമെന്ന് ദൈവവചനം കാണിച്ചു തരുന്നുണ്ട്. ഇനി പുതിയ നിയമത്തിൽ 1 കൊറിന്തോസ് 6-2-3 വാക്യങ്ങളിൽ പൗലോസ്ലീഹ പറയുന്നുണ്ട്, വിശുദ്ധർ ലോകത്തെ വിധിക്കുമെന്ന് നിങ്ങൾക്ക് അറിവില്ലേ? എല്ലാം അറിയാം, എല്ലാവരും മാത്രം അറിയാൻ പാടില്ലെന്ന് പറഞ്ഞതുപോലെ വിശുദ്ധർ ലോകത്തെ വിധിക്കുമെന്ന് നിങ്ങൾക്ക് അറിവില്ലേ? നിങ്ങൾ ലോകത്തെ വിധിക്കേണ്ടവരായിരിക്കെ നിസ്സാര കാര്യങ്ങളെക്കുറിച്ച് വിധി കൽപ്പിക്കാൻ അയോഗ്യരാകുന്നത് എങ്ങനെ? ദൂതന്മാരെ വിധിക്കേണ്ടവരാണ് നാം എന്ന് നിങ്ങൾക്കറിവില്ലേ? അങ്ങനെയെങ്കിൽ ഐഹിക കാര്യങ്ങളെപ്പറ്റി പറയാനുണ്ടോ? അതുകൊണ്ട് ഈ ബോധ്യം എനിക്കും നിങ്ങൾക്കും ഉണ്ടാകണം. ദൈവരാജ്യത്തിൻ്റെ, ദൈവവചനത്തിൻ്റെ അവകാശികളും കൂട്ടവകാശികളും ഒക്കെയാണ് ഞാനും നിങ്ങളും. മത്തായി 27:52 പറയുന്നുണ്ട്, നിദ്ര പ്രാപിച്ചിരുന്ന പല വിശുദ്ധന്മാരുടെയും ശരീരങ്ങൾ ഉയർപ്പിക്കപ്പെട്ടു. ദേ കിടക്കണ്. എന്തെല്ലാം സാക്ഷ്യങ്ങളാണ് വിശുദ്ധഗ്രന്ഥത്തിൽ പറയുന്നത്. പല വിശുദ്ധന്മാരുടെയും ശരീരങ്ങൾ ഉയർപ്പിക്കപ്പെട്ടു. ആ ഉയർപ്പിൻ്റെ തേജസ്സിലാണ് അവർ. അപ്പോൾ ആ വിശുദ്ധരിൽ ആശ്രയിക്കുമ്പോൾ അവരിലൂടെ ദൈവകൃപ നമ്മിലേക്ക് ഒഴുകുകയാണ് ചെയ്യുന്നത്. കൊളോസോസുകാർക്ക് വിശുദ്ധ പൗലോസ്ലീഹ എഴുതിയത് 1-12 ഈ വചനങ്ങളൊക്കെ കുറിച്ച് വെച്ചേക്കണേ. ചിലരൊക്കെ എന്നെ വിളിച്ച് പറയുന്നുണ്ട്, ബ്രദറെ ഒരു ബുക്ക് വെച്ചിട്ട് ഈ വചനങ്ങൾ ബ്രദർ യൂട്യൂബിൽ ഇടുന്നതെല്ലാം കുറിച്ച് വെച്ച് വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ ദൈവവചനത്തിൽ നിങ്ങൾ ശക്തിയുള്ളവരാകുമ്പോൾ അശുദ്ധിയെല്ലാം മാറും. വെളിച്ചം വരുമ്പോൾ ഇരുട്ട് തന്നെ പോകും. നമ്മൾ ചോദിക്കുന്ന വിചാരിക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല, ദൈവവചനം പറഞ്ഞു വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതങ്ങൾ നടക്കും. ഇന്ന് ഉച്ചക്ക് മുമ്പ് ഒരു സഹോദരി രണ്ടാമത് വീണ്ടും വിളിച്ചിട്ട് പറഞ്ഞതാണ്, ഒരിക്കലും നടക്കൂലെന്ന് വിചാരിച്ച പിന്നെ തടസ്സപ്പെട്ട് കിടന്ന കച്ചവടമൊക്കെ നടന്ന് തലവേദനയുള്ള കടങ്ങളെല്ലാം തീർക്കാനായിട്ട് സാധിച്ചൊന്നു. ഇങ്ങനെ ഇതുപോലെ വചനം കേട്ട് വചനം വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയതാണ്. അത്ഭുതങ്ങൾ നടക്കും, അസാധ്യ കാര്യങ്ങൾ സാധിച്ചു കിട്ടും. വീണ്ടും ഈ വചനം പറയുന്ന ഇതാണ്, കൊളോസോസ് 1:12 പ്രകാശത്തിൽ വിശുദ്ധരോടൊപ്പം പങ്കുചേരാനുള്ള അവകാശത്തിന് നമ്മെ യോഗ്യരാക്കിയ പിതാവിന് കൃതജ്ഞത അർപ്പിക്കുവിൻ. വിശുദ്ധരെ തള്ളിപ്പറയാനല്ല പറഞ്ഞ, വിശുദ്ധരോടൊപ്പം അവരുടെ മാധ്യസ്ഥം വഴിയും അവരോടൊപ്പം വിശുദ്ധിയിൽ അവരുടെ കൃപ വഴി അവരുടെ മാധ്യസ്ഥം വഴി ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് പിതാവിന് കൃതജ്ഞത അർപ്പിക്കുവിനെന്ന് വചനം പറയുകയാണ്. ഇത് മറന്നു പോകരുത്. 2 കൊറിന്തോസ് 9:1 പറയുന്നുണ്ട്, വിശുദ്ധർക്ക് വേണ്ടിയുള്ള ശുശ്രൂഷയെപ്പറ്റി ഞാൻ നിങ്ങൾക്ക് എഴുതേണ്ടതില്ല. ഇത് പറയിക്കേണ്ട കാര്യം പോലും ഇല്ല. നിങ്ങളുടെ സന്നദ്ധത എനിക്ക്
ബോധ്യമുള്ളതാണ്. അപ്പോൾ കാരിസ അധ്യാപകനായിട്ട് 12 വർഷം സേവനം ചെയ്യാനായിട്ട് സാധിച്ചതിന് ഒരു ദൈവത്തിന് നന്ദി പറയാം. അഹങ്കാരത്തിന് വേണ്ടിയല്ല അത് പറയുന്നത്. അപ്പോൾ മതബോധന വേദപാഠങ്ങൾ നമ്മുടെ ആ പ്രായത്തിൽ പഠിച്ച സമയത്ത് പഠിക്കാൻ വേണ്ടി നമ്മൾ പഠിച്ചു. പക്ഷെ പഠിപ്പിച്ച സമയത്ത് പലതും നമ്മുടെ മനസ്സിൽ തട്ടി പഠിപ്പിച്ചു. വായിച്ചു പഠിച്ച പരീക്ഷ എഴുതിയ കാലഘട്ടങ്ങളുണ്ട്. അന്ന് പഠിക്കാൻ വേണ്ടിയും ജയിക്കാൻ വേണ്ടിയും പഠിച്ചു. പക്ഷേ അത് ബുദ്ധിയുടെ തലത്തിൽ ഇന്ന് ഈ ശുശ്രൂഷാ ജീവിതത്തിൽ ജീവിക്കുന്നത് കൊണ്ട് അതൊക്കെ മനസ്സിരുത്തി വായിച്ചപ്പോൾ പഠിച്ചപ്പോൾ സഭ വളരെ മനോഹരമായിട്ട് ഈ വിശുദ്ധരുടെ മാധ്യത്തെക്കുറിച്ചും വചനത്തെക്കുറിച്ചും ഓരോന്നിൻ്റെയും ഓരോ ഓർഡർ, ഓരോ ശക്തി നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. പക്ഷേ യുകാറ്റ് എന്ന് പറഞ്ഞ ആഗോള യുവജന മതബോധന ഗ്രന്ഥം സാധിക്കുന്നവർ മേടിച്ച് വായിക്കുക. പോപ്പ് ഇമരിറ്റസ് ബെനഡിക്ട് 16 മാർപ്പാപ്പ, ഇമരിറ്റസ് എന്ന് പറഞ്ഞാൽ സ്ഥാനത്യാഗം ചെയ്ത, വിശുദ്ധ ജീവിതം നയിക്കുന്ന ജീവിച്ചിരിക്കുന്ന ബെനഡിക്ട് 16 മാർപ്പാപ്പയിലൂടെ യുകാറ്റ് എന്ന് പറഞ്ഞ ആ മതബോധന ഗ്രന്ഥം തന്നു. ഇതുപോലെയുള്ള ഒരുപാട് ചോദ്യങ്ങളും സംശയങ്ങളും അവർക്കുള്ള വ്യക്തമായ മറുപടികളും സഭ ആ യുകാറ്റിലൂടെ നമുക്ക് തരുന്നുണ്ട്. പക്ഷെ അത് എത്ര പേരുടെ കയ്യിലുണ്ട്, എത്ര പേരൊക്കെ ഇതൊക്കെ കയ്യിലുണ്ടായിട്ടും തൊട്ട് നോക്കുന്നുണ്ടോ? അവിടുന്ന് ഇവിടുന്നും കേൾക്കുമ്പോൾ ശരിയാണല്ലേ, വിശുദ്ധർ വേണ്ടല്ലേ, മാതാവ് വേണ്ടല്ലേ, ഫോട്ടോ വേണ്ടല്ലേ. ഇന്നലെ ഒരു വീട്ടിൽ ചെന്നപ്പോൾ പറഞ്ഞ ഇതാണ്, ആരോ ഒക്കെ പറഞ്ഞിട്ട് വീട്ടിൽ ഇരുന്നേച്ചാൽ മാതാവിനൊക്കെ എടുത്തുകൊണ്ട് പോയി പുഴയിൽ വലിച്ചെറിഞ്ഞ് കളഞ്ഞ് ഒരു സമാധാനം ഇല്ല. ഇപ്പം തിരിച്ചറിവ് കിട്ടി. ആ പറഞ്ഞവരുടെയുള്ള പോക്കും വരവും എല്ലാം നിന്ന് ഒരുപാട് രൂപ പറ്റിച്ചെടുത്തു. പണം തട്ടിക്കാനുള്ള മധ്യസ്ഥം പറച്ചിലായിരുന്നു. വിശുദ്ധന്മാരെ വേണ്ടെന്നും പറഞ്ഞ് ഒരുപാട് രൂപയൊക്കെ തട്ടിച്ചെടുത്തു. വീട്ടിലിരുന്ന മരിച്ചവരുടെയും എല്ലാം ഇറക്കിക്കളഞ്ഞു. മാതാവിൻ്റെ രൂപമൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ടതായിരുന്നു, കൊണ്ടുപോയി കളഞ്ഞ്. ഇപ്പം അത് ഒരെണ്ണം മേടിക്കാൻ പുതിയ അതുപോലത്തെ തന്നെ മനസ്സിനിണങ്ങിയത് ഓർഡർ കൊടുത്ത് കാത്തിരിക്കുകയാണ്. എന്നിട്ട് വെഞ്ചരിപ്പിച്ച് വെക്കണമെന്നും പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പാരമ്പര്യം, നമ്മുടെ പൂർവികർ കാണിച്ചു തന്ന വഴികൾ തല്ലിക്കെടുത്തി നമ്മൾ ഒരിക്കലും കളയരുത്. വിശുദ്ധർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. വിശുദ്ധരുടെ മാധ്യസ്ഥം എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് ഇവിടെ വചനം പറഞ്ഞു തരികയാണ്. വീണ്ടും പ്രാർത്ഥിക്കാനായിട്ട് 4 വചനങ്ങളും കൂടെ പറഞ്ഞു തരുന്നുണ്ട്. അതിലും ഇക്കാര്യം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അബ്രഹാം പ്രാർത്ഥിച്ചത് എങ്ങനെയാണെന്ന് കണ്ടു. സാമുവേൽ പ്രാർത്ഥിച്ചപ്പോൾ പ്രാർത്ഥന കേട്ടത് എങ്ങനെയാണെന്ന് കണ്ടു. ഇതുപോലെ നമ്മളും കുടുംബത്തിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടി മാധ്യസ്ഥം പ്രാർത്ഥിക്കുന്നതോടൊപ്പം നമ്മുടെ ജ്യേഷ്ഠ സഹോദരന്മാരായ നമുക്ക് മുമ്പേ ജീവിച്ച് സ്വർഗത്തിലേക്ക് കടന്നുപോയ തിരുസഭ നമുക്ക് പറഞ്ഞു തരുന്ന, ചൂണ്ടിക്കാണിച്ച് തരുന്ന ഓരോ വിശുദ്ധന്മാരോടും, വിശുദ്ധ ചാവറ കുര്യാക്കോസ് അച്ഛൻ ഒരു കുടുംബത്തിൽ പ്രാർത്ഥിക്കാൻ ചെന്നപ്പോൾ കല്യാണം നടക്കുന്നില്ല. അങ്ങനെ മകള് 30 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ഇനി ഇതിനേക്കാൾ പാടാണെന്നും പറഞ്ഞ്, അപ്പോൾ ആ അമ്മ പറഞ്ഞതാ ഞങ്ങളോട് വഴക്കട്ടെ, അങ്ങനെയാണ് ബ്രദറെ ഒന്ന് പ്രാർത്ഥിക്കാൻ വരാമോ, ആ വീട്ടിലൊന്ന് പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ ചാവറ കുര്യാക്കോസ് അച്ഛനാ, കുര്യാക്കോസ് ആരാന്ന് വെച്ചോ. അപ്പം കുര്യാക്കോസ് അല്ല, ചാവറ. അതെ, ഒരുപാട് നാൾ കൊണ്ട് ചാവറ കുര്യാക്കോസ് അച്ഛൻ്റെ പള്ളിയിൽ പോയി ഒന്ന് പ്രാർത്ഥിക്കണം എന്ന് വിചാരിക്കും. ഇവിടെ അടുത്താണ്, പക്ഷേ ജന്മം ചെയ്താൽ എല്ലായിടത്തും പോകും, അത് മാത്രം സാധിക്കാറില്ല. എന്നാൽ ഞാൻ പറഞ്ഞു പറ്റുമെങ്കിൽ ഇന്ന് തന്നെ ഫ്രീ അല്ലേ, പോകാൻ പറ്റുമെങ്കിൽ ഇന്ന് വൈകിട്ടൊന്ന് പോകാം ബ്രദറെ എന്ന് പറഞ്ഞിട്ട് അവർ പോയി പ്രാർത്ഥിച്ചു. പിറ്റേന്ന് കല്യാണം വന്നു. അതിൻ്റെ പിറ്റേന്ന് അങ്ങാട് പോയി ഇങ്ങാട് പോയി. ഏതാനും ദിവസം മുമ്പ് 3 ദിവസം കൊണ്ട് തന്നെ മോതിരം മാറ്റലും നടന്നു. എല്ലാം സെറ്റാക്കി ഉറപ്പിച്ചു വെച്ചു. കല്യാണവും നടന്നു. പ്രൈസ്തലോ. വിശുദ്ധരുടെ മാധ്യസ്ഥം ദൈവം കാണിച്ചു തന്നത് ചാവറ കുര്യാക്കോസ് അച്ഛൻ്റെ അവിടെ പോയി, ആ പള്ളിയിൽ പോയി ഒന്ന് പ്രാർത്ഥിക്കാനായിട്ട് അവരോട് പറഞ്ഞു കൊടുത്തു. അപ്പോൾ നമ്മളങ്ങനെ പ്രാർത്ഥിക്കുക. ഇതുപോലെ ഓരോ കാര്യത്തിനും വേണ്ടി കാണാതെ പോയത് കണ്ടു കിട്ടുന്നതിന് വിശുദ്ധ അന്തോണീസിൻ്റെ മാധ്യസ്ഥം അത്ഭുതകരമാണ്. ഞാൻ ഓർക്കാൻ എറണാകുളത്ത് ഒരു ആശുപത്രിയിൽ ഡ്യൂട്ടിക്ക് കയറിയ നേഴ്സിൻ്റെ 2.5 പവൻ്റെ ആഭരണങ്ങൾ നഷ്ടപ്പെട്ടു. പേഴ്സ് മാത്രമുണ്ട്. ആഭരണങ്ങൾ ഇട്ട് ജോലിക്ക് കയറാൻ ഞാൻ അവരോട് പറഞ്ഞു കൊടുത്തു, ഞാൻ പ്രാർത്ഥിച്ചോളാം മോളെ, ഭയങ്കര ആകെയുള്ള മുതൽക്കൂട്ടാണ്. അപ്പോൾ വിശുദ്ധ അന്തോണീസിൻ്റെ മാധ്യസ്ഥം വെച്ച് പ്രാർത്ഥിച്ചോ എന്നും പറഞ്ഞു. ഫോണിൽ കൂടെ ഒന്ന് ഇത് പറഞ്ഞ് വിശുദ്ധ അന്തോണീസിൻ്റെ മാധ്യസ്ഥം പ്രാർത്ഥിച്ചു. വൈകുന്നേരം ആയപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞ് അറിഞ്ഞപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ബ്രദറെ ആർക്കോ കളഞ്ഞു കിട്ടിയെന്നും പറഞ്ഞിട്ട് അവർ റിസപ്ഷനിൽ കൊണ്ടുവന്ന് കൊടുത്തത് ആരാണെന്നോ കിട്ടിയത് ആരാണെന്നോ ഒന്നും അറിയില്ല.
പക്ഷേ ഞാൻ ഇത് ഇട്ടിട്ട് വെച്ച പേഴ്സ് എല്ലാം ഇരുന്ന സെഞ്ഞ് കട്ടുകൊണ്ട് പോയിട്ട് കുറ്റബോധം വന്ന് തിരിച്ചു കൊണ്ട് കൊടുത്ത് അങ്ങനെയാണ് തോന്നുന്നത്. എന്തായാലും സാധനം കണ്ടു കിട്ടി. ഇത് വെക്കുന്ന സ്ഥലത്തുള്ള പേഴ്സ് അങ്ങനെ തന്നെയുണ്ട്. ഈ സാധനങ്ങൾ തിരിച്ചു കിട്ടി. ഇത് ഭയങ്കര അത്ഭുതമായി പോയി എന്ന് പറഞ്ഞത് ഓർക്കുകയാണ്. അതുകൊണ്ട് വിശുദ്ധർക്ക് കൊടുത്തിരിക്കുന്ന, ദൈവം കൊടുത്തിരിക്കുന്ന പ്രത്യേക പദവി സ്ഥാനം കൊണ്ട് 4 വചനങ്ങൾ പറയുകയാണ്. നമുക്ക് ഈ വചനങ്ങൾ വെച്ച് വിശുദ്ധിയിൽ ജീവിക്കാനും വിശുദ്ധരുടെ മാധ്യസ്ഥം വഴി ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ച് നമ്മളിൽ വിശുദ്ധി നിറയാനും മറ്റുള്ളവർക്ക് വേണ്ടി മാധ്യസ്ഥം പ്രാർത്ഥിക്കാനുള്ള കൃപയും എല്ലാം ലഭിക്കാനും വിശുദ്ധരുടെ മാധ്യസ്ഥം വെച്ച് പ്രാർത്ഥിക്കാനും ഈ 4 വചനങ്ങൾ നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. വചനങ്ങൾ ഇതാണ്: ഹെബ്രായർ 12:14 എല്ലാവരോടും സമാധാനത്തിൽ വർത്തിച്ചുകൊണ്ട് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുവിൻ. വിശുദ്ധി കൂടാതെ ആർക്കും കർത്താവിനെ ദർശിക്കാൻ സാധിക്കുകയില്ല. നോട്ട് ദ പോയിന്റ്. വിശുദ്ധരെല്ലാം കർത്താവിനെ ദർശിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അപ്പോൾ അവർ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം കേൾക്കോ കേൾക്കാതിരിക്കോ? ദൈവം കേൾക്കുക തന്നെ ചെയ്യും. വിശുദ്ധി കൂടാതെ ആർക്കും കർത്താവിനെ ദർശിക്കുവാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ വിശുദ്ധർ കർത്താവിനെ ദർശിച്ചവരും അവിടുത്തെ മുഖത്ത് നോക്കിയിരിക്കുന്നവരുമാണ്. അവരുടെ സ്വരം, ആ ദൈവത്തിൻ്റെ സ്വരം അവരും ശ്രവിക്കും. അവരുടെ സ്വരം നമ്മളെക്കാൾ കൂടുതൽ അടുത്ത് അവർ ശ്രവിക്കുന്നവരാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. അതുകൊണ്ട് തന്നെ അവരിലൂടെ നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമുക്ക് സാധിച്ചു കിട്ടും. സാധിക്കാത്തതായിട്ട് ഒന്നുമില്ല. അപ്പോൾ ഈ വചനം ഹെബ്രായർ 12:14 എല്ലാവരോടും സമാധാനത്തിൽ വർത്തിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കും. വിശുദ്ധി കൂടാതെ ആർക്കും കർത്താവിനെ ദർശിക്കാൻ സാധ്യമല്ല. ഈ വചനത്തിൻ്റെ അഭിഷേകത്താൽ വിശുദ്ധിയിൽ ജീവിക്കാനുള്ള കൃപാവരം പരിശുദ്ധാത്മാവെ എനിക്ക് തരണമേ എന്ന് ആവർത്തിച്ച് പ്രാർത്ഥിക്കുക. രണ്ടാമത്തെ വചനമാണ് എഫെസസ് 2:19 ഇനിമേൽ നിങ്ങൾ അന്യരോ പരദേശികളോ അല്ല, വിശുദ്ധരുടെ സഹപൗരരും ദൈവഭവനത്തിലെ അംഗങ്ങളുമാണ്. അമ്പമ്പോ, എത്ര സുന്ദരമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ പരദേശികളല്ല, അന്യരല്ല, വേണ്ടപ്പെട്ട ആള് തന്നെയാണ് എന്ന്. വേണ്ടപ്പെട്ടവർ വന്ന് കയ്യെ പിടിച്ചാൽ ഉപേക്ഷിക്കാൻ പറ്റില്ലെന്നും ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. അതുപോലെ വിശുദ്ധരുടെ സഹപൗരരും ദൈവഭവനത്തിലെ അംഗങ്ങളുമാണ്. അപ്പോൾ വിശുദ്ധരെല്ലാം ആരാണ്? ദൈവഭവനത്തിലെ അംഗങ്ങളാണ്. അവർ അന്യരല്ല, പരദേശികളല്ല, അവർ ദൈവത്തിൻ്റെ സ്വന്തമാണ്. അപ്പോൾ ഈ വചനത്താൽ നമ്മളെ നിറക്കണേ. എഫെസസ് 2:19 നമ്മുടെ അശുദ്ധിയെല്ലാം നീക്കി വിശുദ്ധി നിറക്കണമെന്ന ഈ വചനം രണ്ടാമത്തെ വചനമാണ് കേട്ടോ. എഫെസസ് 2:19 സ്ലാങ് ചിലർക്ക് ഇപ്പം ഇത് എവിടം വരെ എത്തുന്നു പറയാൻ പറ്റുന്നില്ല. ലോകത്തിൻ്റെ അങ്ങേയറ്റത്തുനിന്ന് വരെ ആൾക്കാർ വിളിക്കുകയാണ്. അർമേനിയയിൽ നിന്ന് വിളിക്കുന്നു, ഇറ്റലിയിൽ നിന്ന് വിളിക്കുന്നു, ഇസ്രായേലിൽ നിന്ന് വിളിക്കുന്നു, അമേരിക്കയിൽ നിന്ന് വിളിക്കുന്നു, അതുപോലെ തിരുവനന്തപുരത്ത് നിന്ന് വിളിക്കുന്നു, കണ്ണൂരിൽ നിന്ന് വിളിക്കുന്നു, കോഴിക്കോട് നിന്ന്, വയനാട് നിന്ന്, എറണാകുളത്ത് നിന്ന്. ഞാൻ എറണാകുളത്ത് തന്നെയാണ് ഉള്ളത്. എറണാകുളത്ത് നിന്ന് ആ ബ്രദറെ വിളിക്കണേന്ന് പറഞ്ഞ് വിളിക്കും. ഞാൻ എറണാകുളത്ത് നിന്നാണ്. എറണാകുളം വയറ്റിലൊക്കെ അടുത്ത് ചളിക്കവട്ടം എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നാണ് ഈ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള പ്രേക്ഷിത വേല ചെയ്യുന്നതിനെക്കുറിച്ചുള്ള നമ്മുടെ മാർപ്പാപ്പയുടെ ആഹ്വാനം ഹൃദയ ഏറ്റെടുത്തുകൊണ്ട് സഭയിലെ ഒരു അംഗം എന്ന നിലയിൽ നെറ്റിമേൽ കുറിച്ചടയാളം വരച്ച്, കണ്ണുമേൽ കുറിച്ചടയാളം വരച്ച്, ചുണ്ടുമേൽ കുറിച്ചടയാളം വരച്ച്, നെഞ്ചുമേൽ കുറിച്ചടയാളം വരച്ച് മാമോദിസ തന്നപ്പോൾ ദൈവമഹത്വം ശ്രവിക്കാൻ, ദൈവസ്വരം കേൾക്കാൻ, ദൈവമഹത്വം കാണാൻ, ദൈവവചനം സംസാരിക്കാൻ, ദൈവമഹത്വം ജീവിക്കാൻ, നിൻ്റെ അവയവങ്ങളെ, നിൻ്റെ ബുദ്ധിയെ അവിടുന്ന് പ്രകാശിപ്പിക്കട്ടെ എന്ന് അന്ന് എൻ്റെ പരിഞ്ഞപ്പൻ്റെയും പരിഞ്ഞമ്മയുടെയും കയ്യിൽ ഇരുന്നപ്പോൾ ആ വൈദികൻ അന്ന് മാമോദിസയിൽ കുറിച്ചടയാളം വരച്ച് പ്രാർത്ഥിച്ചില്ലേ? ആ ലൈസൻസ് വെച്ചാണ് ഈ വചനം പ്രഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. ആരും ലൈസൻസ് തന്നിരിക്കും. ഇതാണ് ഇനി മാമോസക്ക് പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് കേട്ടേക്കണേ. ദൈവവചനം ശ്രവിക്കാൻ, ദൈവവചനം സംസാരിക്കാൻ, ദൈവമഹത്വം കാണാൻ, അങ്ങനെ ജീവിക്കാൻ, ആ ബുദ്ധിയെ പ്രകാശിക്കാൻ എല്ലാത്തിനും ദൈവം കൃപ തരട്ടെ എന്ന് ഓരോ അവയത്തിലും കുരിശടയാളം വരച്ച് അന്ന് സൈത്ത് പൂശി വൈദികൻ പ്രാർത്ഥിച്ച് ലൈസൻസും ബാഡ്ജും ഒക്കെ തന്നു കഴിഞ്ഞ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തന്നവരെ പോലും വിസ്മയിപ്പിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ശുശ്രൂഷ അന്നും ഇന്നും ദൈവം ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. എന്ന് മാത്രമല്ല, എൻ്റെ പരിഞ്ഞപ്പൻ മരിക്കുന്നതിന് മുമ്പ് അനേക വർഷം ദൈവവചനം വ്യാഖ്യാനിക്കുന്ന, ദൈവവചനം ഘോഷിക്കുന്ന ഒരു വ്യക്തിയായി തീർന്നിട്ടാണ് മരിച്ചതെന്ന് പറയാനും, എൻ്റെ അപ്പന് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കാൻ ഇറങ്ങിയത്. എൻ്റെ പരിഞ്ഞപ്പൻ ലൂയിസ് ബ്രദർ, എൻ്റെ അപ്പൻ ജോയി ബ്രദർ എന്ന് വിളിക്കപ്പെടുന്ന, അയാളുടെ അപ്പനൊക്കെ ഒരു ബ്രദർ എന്ന് വിളിക്കണമെന്ന് പറയും. എല്ലായിടത്തും പിന്നെ മരിക്കുന്നത് വരെ ജോയി ബ്രദർ എന്ന് അറിയപ്പെടുന്ന
അവസ്ഥ. ബ്രദർ എന്ന് പറഞ്ഞാൽ സഹോദരൻ, ദൈവവചന ശുശ്രൂഷ ചെയ്യുന്നവൻ. അതിന് ഭയങ്കരമായ പിടികിട്ടാത്ത അർത്ഥമൊന്നുമില്ല. എളിയ ദൈവ സഹോദരൻ എന്ന് തന്നെയാണ് അർത്ഥം. അങ്ങനെ മരിക്കുന്നത് വരെ മാനസാന്തരത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിച്ച് ജീവിച്ചു. 35 വർഷം തകർന്ന് തരിപ്പണമായി ജീവിച്ച അദ്ദേഹം ഇതാ ദൈവത്തെ അറിഞ്ഞ നിമിഷം മുതൽ 15 വർഷം മരിക്കുന്നത് വരെ റെസ്റ്റില്ലാതെ ദൈവവചന ശുശ്രൂഷ ചെയ്ത് ജീവിച്ചു. അപ്പോൾ നമ്മുടെ സ്വന്തം സഹോദരങ്ങളും കുടുംബാംഗങ്ങളും വിശുദ്ധരും ദൈവത്തിൻ്റെ ഭവനത്തിലെ സഹപൗരരുമായിട്ട് ഇവരെല്ലാം ദൈവസന്നിധിയിൽ കാണും എന്ന് വിശ്വസിച്ച് നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കണം. അതുകൊണ്ടാണ് മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് തിരുസഭ നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാനും ഓർക്കാനുമുള്ള, നമ്മുടെ ഇടയിൽ നിന്ന് മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സകല പുണ്യാളന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദിവസവും ഇതുപോലെ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം ദൈവം നമുക്ക് തരുന്നുണ്ട്, സഭ നമുക്ക് തരുന്നുണ്ട്. 3-ാമത്തെ വചനമാണ്. അപ്പോൾ 3 വചനം. 1-ാമത്തെ വചനം ഹെബ്രായർ 12:14, 2-ാമത്തെ വചനം എഫേസ്യർ 2:19, 3-ാമത്തെ വചനം യാക്കോബ് 5:16. അവിടെ പറയുന്നത്, നിങ്ങൾ സൗഖ്യം പ്രാപിക്കാനായി പരസ്പരം പാപങ്ങൾ ഏറ്റുപറയും പ്രാർത്ഥിക്കുകയും ചെയ്യുവിൻ. നീതിമാന്റെ പ്രാർത്ഥന വളരെ ശക്തിയുള്ളതും ഫലദായകവുമാണ്. എന്തിനാ വിശുദ്ധരുടെ അടുത്ത് പോകുന്നതെന്ന് മനസ്സിലായ? നീതിമാന്മാരുടെ പ്രാർത്ഥന വളരെ ശക്തിയുള്ള ഫലദായകവുമാണ്. അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു തമാശ ഓർക്കുകയാണ്. ഒരു ചേച്ചി അന്തോണിസുന്യാളിൻ്റെ പള്ളിയിൽ പോയി പുണ്യാളൻ്റെ ആ കപ്പേളയുടെ മുമ്പിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരോ കൊണ്ടുവന്ന് നേർച്ചയായിട്ട് വലിയ മാല ഇട്ടപ്പോൾ ആ മാലയിൽ കിടന്ന് വലിച്ചു പറിച്ച് കഷ്ടപ്പെട്ട് 2-3 പൂ, നല്ല ആകർഷകമായ വലിയ മാലയൊക്കെ കൊണ്ടുവന്ന് ഇടും, കൃതജ്ഞയായിട്ട് ഇടുക. അപ്പോൾ അതിൽ കടിച്ചു പറിച്ചതുപോലെ തൂങ്ങി മാലയിൽ നിന്ന് പൊട്ടിച്ചെടുത്തു. പക്ഷേ അതിനിടയിൽ മുഖം മൂടി ഈ മാസ്ക് വെക്കുന്ന സമയമാണ്. 2 സ്ത്രീകൾ വന്നിട്ട് സൈഡിൽ കൂടെ അവിടുത്തെ വീഡിയോയിൽ കിട്ടി ഈ സ്ത്രീയുടെ കഴുത്തേ കിടന്ന 5 പവൻ്റെ മാല. വീട്ടുജോലിക്കാരി വേലക്കാരി ആയിരുന്നെങ്കിലും ഉള്ളതെല്ലാം സമ്പാദിച്ച് കഴുത്തേലിട്ട്. അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി പരാതി കൊടുത്തപ്പോൾ പോലീസുകാർ പറഞ്ഞ വീഡിയോ ക്ലിപ്പ് എടുത്തിട്ട് പറഞ്ഞതാ, ചേച്ചി ഇതുപോലത്തെ പരാക്രമം കാണിക്കരുത്, കിടന്ന് വല്ലവരും കൊണ്ടുവന്നിട്ട മാലമേ കിടന്ന് കടിച്ച് പറിച്ച് ചേച്ചി തൂങ്ങി എല്ലാം മറന്നിരിക്കുന്ന നേരത്തല്ലേ അടിയിൽ കൂടെ ഇതിങ്ങനെ ഒരു കത്രിക പോലത്തെ ഒരു സാധനം വെച്ച് വെട്ടിയിട്ട് സുഖമായിട്ട് ആ മാലയും കൊണ്ട് പോകുന്ന സീൻ ഇതിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് ഒരു മാല മേടിച്ചിടാൻ നോക്ക്. ഈ വക വല്ലവരും കൊണ്ടുവന്നിട്ട് ഇതിൽ കിടന്ന് കടിച്ചു പറിക്കരുത് കേട്ടോ, അതിന് മേലിലെന്നും പറഞ്ഞത് ഓർക്കണേ. തമാശയായിട്ടാണെങ്കിലും ഇത് ഞാൻ ഓർക്കുകയായിരുന്നു. അപ്പോൾ നിങ്ങൾ നീതിമാൻ്റെ പ്രാർത്ഥന വളരെ ശക്തിയുള്ളതും ഫലദായകവുമാണ്. അപ്പം നമ്മുടെ ജീവിതം നീതി ഉള്ളതാകണം. അതുപോലെ നീതിയുള്ളതായ മാത്രം പോരാ, നമ്മൾ നിരന്തരം ദൈവത്തോട് നമുക്ക് വേണ്ടി കിട്ടിയ അനുഗ്രഹങ്ങളെപ്പറ്റി നന്ദി പറയണം. അതുപോലെ കിട്ടാതെ വിഷമിക്കുന്നവർക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കണം. ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഈ ശബ്ദം, നാവുണ്ടായിട്ടും വർഷങ്ങളായിട്ടും സംസാരിക്കാൻ പറ്റാത്ത എത്രയോ മനുഷ്യരുടെ പ്രാർത്ഥനയാണ് ഈ ശബ്ദവും ഈ സ്വരവും. കണ്ണുണ്ടായിട്ടും കാണാൻ പറ്റാത്ത എത്രയോ മനുഷ്യരുടെ കിട്ടാത്ത പ്രാർത്ഥനയുടെ ഉത്തരമാണ് നമ്മളിപ്പോഴും ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാഴ്ച. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതിലെ ചിത്രങ്ങൾ കാണുമ്പോൾ ഓർക്കുക, കണ്ണുണ്ടായിട്ടും ജനിച്ചിട്ട് ഇതുവരെ കാണാൻ പറ്റാത്തവരും കാഴ്ചശക്തി നഷ്ടപ്പെട്ട എത്രയോ പേരുടെ പ്രാർത്ഥന, എത്രയോ പേരുടെ ഇതുവരെ കിട്ടാത്ത കാര്യമാണ് ഈ കാഴ്ച. ഇതാ കാലുണ്ടായിട്ടും നടക്കാൻ പറ്റാത്തവർ, അവയവങ്ങളെല്ലാം ഉണ്ടായിട്ടും കിടക്കയിൽ നിന്ന് എഴുന്നേക്കാൻ പറ്റാത്ത, പരസഹായമില്ലാതെ ഒന്നും ചെയ്യാൻ പറ്റാത്ത എത്രയോ പേരുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ ഏതെങ്കിലുമൊക്കെ എല്ലാം തന്നെയൊക്കെ ഉണ്ട്. ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതി വരില്ല. എന്നിട്ട് നമ്മൾ നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി തള്ളിപ്പറയുന്ന അവസ്ഥയാണ്. അപ്പോൾ വിശുദ്ധർ നീതിമാന്മാരാണ്, അവരുടെ പ്രാർത്ഥന ശക്തിയുള്ളതും ഫലദായകവുമാണെന്ന് യാക്കോബ് 5:16-17 പറയുന്നുണ്ട്. അതുകൊണ്ട് വിശുദ്ധന്മാരോട് മുട്ടിപ്പാട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. ഈ പ്രത്യാശയിലേക്കാണ് ഞാൻ നിങ്ങൾ വിളിച്ചിരിക്കുന്നത്. വീണ്ടും 4-ാമത്തെ വചനം എഫെസർ 1:18. ഏത് തരത്തിലുള്ള പ്രത്യാശയിലേക്കാണ് അവിടുന്ന് നിങ്ങളെ വിളിച്ചിരിക്കുന്നതെന്ന് അറിയാനും വിശുദ്ധർക്ക് അവകാശമായി അവിടുന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന മഹത്വത്തിൻ്റെ സമൃദ്ധി മനസ്സിലാക്കാനും നിങ്ങളുടെ ആന്തരിക നേത്രങ്ങളെ അവിടുന്ന്
പ്രകാശിപ്പിക്കട്ടെ. ആലുവ ചൂണ്ടി സ്നേഹാലയം ഡയറക്ടർ ബാബുച്ചൻ ഒരു ദിവസം പറഞ്ഞു, ബ്രദറെ, ഇവിടുത്തെ ടീം അംഗങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥനയുടെ ശക്തിയെക്കുറിച്ചൊന്ന് അവർ ക്ലാസ് എടുക്കാമോ? തീർച്ചയായിട്ടും പല വിഷയങ്ങളെക്കുറിച്ച് ഇതുപോലെ വചന സന്ദേശം നൽകാറുണ്ടെങ്കിലും ആ മധ്യസ്ഥ പ്രാർത്ഥനയിൽ കൂടെ കിട്ടുന്ന ഗുണങ്ങൾ, അതിൻ്റെ ഫലങ്ങൾ, മധ്യസ്ഥം പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യകതകളൊക്കെ ഇരുന്ന് ബൈബിളും ഇതര പാരമ്പര്യ പുസ്തകങ്ങളും ആത്മീയ പുസ്തകങ്ങളൊക്കെ ആയിട്ട് ഇരുന്ന് ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിയപ്പോഴാണ് അതിൻ്റെ എല്ലാം ഒരു എഫക്റ്റായിട്ടാണ് ഇപ്പോൾ ഇന്ന് ഈ വിഷയം കൂടെ നൽകുവാനായിട്ട് സാധിച്ചത് എന്ന് ഞാൻ നന്ദിയോടെ ഓർക്കുകയാണ്. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് അതിർവരമ്പുകളില്ലാത്ത ശക്തിയുണ്ട്. മധ്യസ്ഥ പ്രാർത്ഥനയുടെ വിളി കിട്ടിയവർ മറ്റു വരം പോലെ തന്നെ ഇതൊരു വരമാണ്, ഏത് മധ്യസ്ഥം പ്രാർത്ഥിക്കുക എന്നുള്ളത്. അതുകൊണ്ട് ദൈവം വരം കൊടുത്ത, ദൈവം കൃപ കൊടുത്ത വിശുദ്ധരെ തള്ളിപ്പറയാൻ നമുക്ക് അവകാശമില്ല. നമുക്കറിയാം, നമ്മളിപ്പോൾ ഒരു വില്ലേജ് ഓഫീസിൽ ചെന്നാൽ വില്ലേജ് ഓഫീസർ ഒറ്റക്കല്ല ആ ഓഫീസിലെ കാര്യങ്ങൾ ചെയ്യുന്നത്. അവിടെ പലതരത്തിലുള്ള ഓഫീസർമാർ, പ്യൂൺ തൊട്ട് ക്ലർക്കന്മാർ, പലതരത്തിലുള്ള ഓഫീസർമാരുണ്ട്. അവരെല്ലാവരും സംഘടിതമായിട്ട് പ്രവർത്തിക്കുന്നത് വഴിയാണ് വില്ലേജ് ഓഫീസറുടെ പ്രവർത്തനം സുഗമാവുന്നത്. ദൈവത്തിൻ്റെ ശക്തിയെ തരം താഴ്ത്തി കാണുകയല്ല. ദൈവം സ്നേഹമാണ്, സ്നേഹത്തിലാണ് വസിക്കുന്നത്. അതുപോലെ ആ ദൈവം ആ സ്വർഗീയ വാസത്തിൽ നമുക്കെല്ലാം പൗരത്വം നൽകിക്കൊണ്ട് നമുക്കെല്ലാ അവകാശവും നമുക്കെല്ലാ അധികാരവും നമുക്കെല്ലാ കഴിവുകളും തന്ന് ദൈവം നമ്മളെ ആ സ്വർഗീയ ഗേഹത്തിൻ്റെ സഹപൗരരാക്കി മാറ്റുന്നു. അതാണ് വിശുദ്ധരുടെ പങ്കാളിത്തം. ദൈവം വിശുദ്ധിയിലേക്ക് ദൈവം തിരഞ്ഞെടുത്തവരുടെ മേൽ റോമ 8:31-33 പറയുന്നുണ്ട്, ആര് കുറ്റം ആരോപിക്കും? അതുകൊണ്ട് കുറ്റവും പറഞ്ഞുകൊണ്ടിരിക്കാതെ വിശുദ്ധി ജീവിക്കാൻ നോക്കുപോയി വിശുദ്ധരോട് മധ്യസ്ഥം പ്രാർത്ഥിക്ക്. തെറ്റുപറ്റിപ്പോയെങ്കിൽ ദൈവത്തോട് മാപ്പ് പറഞ്ഞ് പ്രാർത്ഥിക്ക്. വിശുദ്ധരെ ബഹുമാനിക്ക്. വിശുദ്ധരെ തള്ളിക്കളയുമ്പോൾ ദൈവത്തെ തന്നെയാണ് തള്ളിക്കളയുന്നത്, ദൈവത്തെ തന്നെയാണ് കുറ്റം പറയുന്നത്. നമുക്കറിയാം, ചന്ദ്രൻ പ്രകാശിക്കുന്നുണ്ട്. ഇതാ ബുദ്ധിയും ബോധമുള്ള പഠിച്ചവർക്കൊക്കെ സയൻസ് പഠിച്ചു വന്നപ്പോൾ മനസ്സിലായ കാര്യം ഇതാണ്. ചന്ദ്രൻ സ്വയം പ്രകാശിക്കാൻ കഴിവില്ല. സൂര്യനിൽ നിന്നുള്ള വെളിച്ചവും ചൂടുമാണ് ചന്ദ്രനിൽ പതിഞ്ഞ് ചന്ദ്രൻ അത് റിഫ്ലക്റ്റ് ചെയ്തുകൊണ്ട് ചന്ദ്രന് സ്വയമേവ പ്രകാശിക്കാനായിട്ട് കഴിവില്ല. ഇതുപോലെ തന്നെ ദൈവത്തിൽ നിന്ന് കിട്ടുന്ന ആ കഴിവ് കൊണ്ട് മാത്രമാണ് മധ്യസ്ഥവും വിശുദ്ധിയും ശക്തിയെല്ലാം ഈ വിശുദ്ധരിലൂടെ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. സൂര്യനെ നമുക്ക് ആവശ്യമാണ്, ചന്ദ്രനെ നമുക്ക് ആവശ്യമാണ്. ഇതുപോലെ തന്നെ പകൽ പ്രകാശിക്കാൻ സൂര്യനും രാത്രി പ്രകാശിക്കാൻ ചന്ദ്രനും. ഇതെല്ലാം നിശ്ചിത ലക്ഷ്യത്തോടെ ദൈവം ഈ പ്രപഞ്ചത്തിൽ ക്രമീകരിച്ചിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് വിശുദ്ധരുടെ ഇടയിൽ ചില സ്പെഷ്യലിസ്റ്റുകൾ പോലും തിരുസഭ നമുക്ക് തരുന്നുണ്ട്. മാറ്റ് ടാൽബോത്ത് എന്ന് പറയും, മദ്യപാനികളുടെ മധ്യസ്ഥനായ വിശുദ്ധനാണ്, പെരുങ്കുടിയനായിരുന്നു. അപ്പോൾ ഒരു സങ്കടം, ഒരു വിഷമം അനുഭവിച്ച ഒരാൾക്ക് മറ്റുള്ളവരെ സാധാരണക്കാരേക്കാൾ കൂടുതലായിട്ട് സഹായിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ഓരോ കാണാതെ പോയത് കണ്ടുകിട്ടുന്നതിൻ്റെ പ്രത്യേകമാശം വിശുദ്ധ അന്തോനീസ്, അങ്ങനെ ഓരോ കാര്യങ്ങൾക്കും പ്രത്യേക മധ്യസ്ഥരുണ്ട്. വിശുദ്ധരുടെ ഇടയിൽ വലിയ വിശുദ്ധനാണ്, യേശുവിനെ തൊട്ട, യേശുവിനെ വളർത്തിയ, യേശുവിനെ മടിയിലിർത്തിയ, യേശുവിനോടൊപ്പം ജോലി ചെയ്ത ഒരു വിശുദ്ധൻ. ആരാ? വിശുദ്ധ ഔസേപ്പിതാവ്. പക്ഷേ അധികം എങ്ങും തിളങ്ങാൻ വേണ്ടി ആരും അധികം തിളക്കം പറയാറില്ല. പക്ഷേ ഇതാ നീതിമാനായ വിശുദ്ധ ഔസേപ്പ് എന്നാണ് വിശുദ്ധ ഗ്രന്ഥം നമുക്ക് കാണിച്ചു തരുന്നത്. ഏറ്റവും സൈലൻ്റ് ആയിട്ടുള്ള വിശുദ്ധന്മാരുടെ ഇടയിലെ ഒരു ഏറ്റവും വലിയ മധ്യസ്ഥനാണ് വിശുദ്ധ ഔസേപ്പിതാവ്. അതുകൊണ്ട് നമുക്ക് വിശുദ്ധരെ എല്ലാ സ്നേഹത്തെ ഓർക്കാം. പരിശുദ്ധ അമ്മ, യേശുവിനെ അധരത്തിലും ഉദരത്തിലും ഹൃദയത്തിലും വഹിച്ച പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കാം. അപ്പോൾ ഈ 4 വചനങ്ങൾ മറന്നു പോകരുത്. ഏത് തരത്തിലുള്ള പ്രത്യാശയിലേക്കാണ് അവർ നിങ്ങളെ വിളിച്ചിരിക്കുന്നത് അറിയാനും വിശുദ്ധർക്ക് അവകാശമായി അവിടുന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന മഹത്വത്തിൻ്റെ സമൃദ്ധി, ഇതാണ് ഞാനും നിങ്ങളും മധ്യസ്ഥം പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്. വിശുദ്ധർക്ക് അവകാശമായി അവിടുന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന മഹത്വത്തിൻ്റെ സമൃദ്ധി. എൻ്റെ അമ്മച്ചി മരിച്ചപ്പോൾ ഓർക്കുകയാണ്, അമ്മച്ചിയുടെ പേരിലുണ്ടായിരുന്ന കുറച്ച് സേവിങ് സർവീസ് സഹകരണ ബാങ്കിലുണ്ടായിരുന്നു. അപ്പോൾ അമ്മച്ചി അതിൽ ഞങ്ങൾ 3 പേരുടെയും, എൻ്റെയും അനുജൻ്റെയും അതുപോലെ ഇളയ പെങ്ങളുടെ 3 പേരുടെയും പേരുകൾ നോമിനികളായിട്ട് വെച്ചിരുന്നത് കൊണ്ട് ആ ചെറിയ തുകയാണെങ്കിലും അമ്മയുടെ പേരിലുള്ള കാര്യങ്ങൾ ഇന്ന രീതിയിലെന്ന് പറഞ്ഞതുപോലെ കൃത്യമായിട്ട് ഓരോരുത്തർക്കും കിട്ടുവാനായിട്ട് ഇടയായി. ഇതുപോലെ തന്നെ വിശുദ്ധർക്ക് അവകാശമായി അവിടുന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന മഹത്വത്തിൻ്റെ സമൃദ്ധി മനുഷ്യൻ്റെ വാക്കിൽ ഒതുങ്ങുന്നതല്ലട്ടാ. ഈ സമൃദ്ധി എന്ന് പറയുന്നത്, ഈ ബ്ലെസ്സിങ് എന്ന് പറയുന്നത്, ഈ അനോയിറ്റി എന്ന് പറയുന്നത്, ചെയ്തിരിക്കുന്ന മഹത്വത്തിൻ്റെ സമൃദ്ധി മനസ്സിലാക്കാനും
ഇത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഈ പ്രസംഗം കേട്ടത് കൊണ്ടോ വായിച്ചത് കൊണ്ടോ മാത്രം കൃപ അല്ല, ഒരു കൃപയ്ക്ക് വേണ്ടി ദൈവത്തോട് നിങ്ങളുടെ ആന്തരിക നേത്രങ്ങൾ, നമ്മുടെ പുറത്തെ കണ്ണുകൊണ്ട് കാണുന്ന പോലെ ഒരു ഇന്നർ ഐസ് നമുക്കെല്ലാവർക്കും ഉണ്ട്. ഇതൊക്കെ ആർക്കൊക്കെ മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. നേത്രങ്ങളെ അവിടെ നിന്ന് പ്രകാശിപ്പിക്കട്ടെ. അപ്പോൾ ഈ വചനത്തിൻ്റെ അഭിഷേകത എന്നെ നിറച്ച് എൻ്റെ എല്ലാ അന്ധതയും നീക്കണമേ, വിശുദ്ധി തരണമേ, ഞങ്ങളുടെ കുടുംബത്തിൽ വിശുദ്ധി നിറക്കണമേ, ഞങ്ങളുടെ കുടുംബാംഗങ്ങളിൽ വിശുദ്ധി നിറക്കണമേ. ബാക്കിയെല്ലാം താനേ വരും. ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവർ നിങ്ങളുടെ കമൻസ്, നിങ്ങൾക്കുണ്ടാകുന്ന അനുഭവങ്ങൾ കമൻസ് ചെയ്യണം. നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ വ്യത്യാസം വരും, വിശ്വാസം വർദ്ധിക്കും, കുർബാനയിൽ പങ്കെടുക്കാനുള്ള താല്പര്യം വർദ്ധിക്കും, വചനം വായിക്കാതിരിക്കുമ്പോഴുള്ള പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ ഉറക്കവും ക്ഷീണവും മടുപ്പൊക്കെ മാറിപ്പോകും. വിശുദ്ധരുടെ മുമ്പിലൊക്കെ പണ്ടത്തെ പോലെയല്ല, വിശുദ്ധരുടെ മുമ്പിലൊക്കെ വരുമ്പോൾ ആ തിരുസ്വരൂപമൊക്കെ കാണുമ്പോൾ ആണ് വണങ്ങാനും ആദരിക്കാനും ഉള്ള ആ ഉള്ളിലെ മാറാലൊക്കെ മാറിപ്പോയിട്ട് നല്ല തിളക്കവും നല്ല വെളിച്ചവും കിട്ടും. കാപഡ്യമൊക്കെ മാറും. നുണവചനങ്ങൾ കേട്ടേക്കുന്നതെല്ലാം ഡിലീറ്റാക്കി കളയും. ആന്തരിക മഹത്വത്തിൻ്റെ സമൃദ്ധി മനസ്സിലാക്കാൻ ആർക്ക്? വിശുദ്ധർക്ക് അവകാശമായി അവിടുന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന മഹത്വത്തിൻ്റെ സമൃദ്ധി മനസ്സിലാക്കാനും നിങ്ങളുടെ ആന്തരിക നേത്രങ്ങളെ അവിടുന്ന് പ്രകാശിപ്പിക്കട്ടെ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഇന്ന് ഞങ്ങൾ കേട്ട വചനത്തിൻ്റെ വെളിച്ചത്തിൽ വിശുദ്ധരുടെ മാധ്യസ്ഥത്തിൽ ശരണപ്പെട്ട് പ്രാർത്ഥിക്കാനുള്ള എളിമയും മാനസാന്തരവും നൽകണമേ. വിശുദ്ധരുടെ മാധ്യസ്ഥത തള്ളിപ്പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനോ എൻ്റെ കുടുംബാംഗങ്ങളോ പൂർവികരോ അത് തള്ളിപ്പറയുകയോ ഉപേക്ഷിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ, അത്തരക്കാരോട് കൂട്ടുകൂടിയിട്ടുണ്ടെങ്കിൽ, സഭക്കെതിരെ വിശുദ്ധർക്കെതിരെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ മാപ്പ് പറഞ്ഞു പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേൾക്കുന്ന, പ്രാർത്ഥന ശ്രവിക്കുന്ന കുടുംബങ്ങൾ, വ്യക്തികൾ, ഇടങ്ങൾ, സ്ഥലങ്ങൾ യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തിയാൽ, വിശുദ്ധരുടെ മാധ്യസ്ഥ ശക്തിയാൽ ദൈവകൃപ അവിടേക്ക് കടന്നു വരട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിന് തടസ്സമായി നിൽക്കുന്ന എതിർ സംസാരങ്ങൾ, പാഴ്വചനങ്ങൾ നിർവീര്യമായി പോകട്ടെ. ഹാലേലൂയ, ഹാലേലൂയ, ഹാലേലൂയ. എല്ലാവരോടും സമാധാനത്തിലും വിശുദ്ധിയിലും വ്യാപരിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. യേശുവേ നന്ദി. പരിശുദ്ധ അമ്മേ, മാതാവേ, വിശ ഔസേ പിതാവേ, വിശ അന്തോനീസേ, വിശ വിൻസെൻ്റ് പോളെ, വിശ അഗസ്റ്റിനെ, വിശ അൽഫോൺസ അമ്മേ, വിശ മാർത്തരേസേ, ഞങ്ങളുടെ പേരിൻ്റെ വിശുദ്ധന്മാരെ, ഞങ്ങളുടെ കാവൽമാലകന്മാരെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇനിയും മറ്റു പല വിഷയങ്ങളുമായിട്ട് പരിശുദ്ധാത്മാവ് പ്രേരണ തരുന്നതനുസരിച്ച് കടന്നു വരും. സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്കത് ക്രമാനുഗതമായിട്ട് ലഭിക്കുന്നതാണ്. നിങ്ങൾക്കിത് ബോധ്യവും ഉൾക്കാഴ്ചയും തരുന്നുണ്ടെങ്കിൽ അതുപോലെ മറ്റുള്ളവർക്ക് പ്രയോജനപ്രദമാകാൻ ഷെയർ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ കമൻറ്റുകളും സാക്ഷ്യങ്ങളും മടികൂടാതെ അയക്കുക, ലൈക്കുകൾ ചെയ്യുക. ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയിൽ നമുക്ക് പരസ്പരം കണ്ടുമുട്ടാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.